എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നിങ്ങൾ കൈയിട്ട് വാരില്ല, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. അനിലെ നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതാണ് പറയുന്നത്. വെറുതെ കൈയിട്ട് വാരില്ല, പിച്ചച്ചട്ടി കൈയിട്ട് വാരി. മാന്യന്മാര് ബേളം വെക്കാം. ഞാൻ മറുപടി പറയട്ടെ. മാന്യമായിട്ടുള്ള വർത്താനമാണ് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത്. ആര് ഫണ്ട് വെട്ടിച്ചു? മാധു പറയട്ടെ, അവതാരക പറയട്ടെ. ആര് ഫണ്ട് അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞതാണ്. 21 കള്ളന്മാരും കൂടി കൈയിട്ട് വാരുന്നു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പോയി പറ, കൈയിട്ട് വാരുന്നു, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നു. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ അവതാരക പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ പോയി പറയാനല്ല എനിക്കൊരു സെന്റൻസ് പറയാനുള്ള ഗ്യാപ്പ് പറയണേ. എനിക്കൊരു സെന്റൻസ് പറയാനുള്ള ഗ്യാപ്പ് പറയണം, അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹം സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നാട്ടുകാർ ഇത് കാണുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു സെന്റൻസ് ഞാൻ പറയാൻ തയ്യാറാണ്. ഒരു സെന്റൻസ് ഞാൻ പറയാൻ തയ്യാറാണ്. ശ്രീ അനിൽകുമാർ, അത് അങ്ങയുടെ ദുശാഠ്യത്തിന് വഴങ്ങുന്നതാണ് എന്ന് വിചാരിച്ചോളൂ കേട്ടോ. ചിരിക്കരുത്. ആളുകളുടെ ജനാധിപത്യ ബോധത്തെ പുച്ഛിച്ച് ചിരിക്കരുത്. അത് മനുഷ്യർ കാണും, വിലയിരുത്തും. ഒരു മിനിറ്റ്. ശ്രീ രാജു പി നായർ, സർക്കാർ ഫണ്ട് വെട്ടിക്കുന്നത് പോലെ വെട്ടിക്കാൻ കഴിയാത്ത പാവങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. ഫണ്ട് വെട്ടിക്കാൻ പ്രാപ്തിയില്ലാത്ത പാവങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സർക്കാരിനെ പറ്റി പറഞ്ഞാൽ അങ്ങ് പ്രകോപിപ്പിക്കുന്നത്, അങ്ങ് ചൊടിക്കുന്നത് എനിക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഈ പറയുന്ന പോലെ തലയിൽ തപ്പി നോക്കുന്നതാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ശ്രീ അനിൽകുമാർ, നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഇവരൊക്കെയാണ് വിളിച്ചു പറയാവോ? നിങ്ങളൊക്കെ പിണറായി വിജയന്റെ ഈ അടയ്ക്കാൻ മോഷ്ടിച്ചവൻ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവസാനം തൂക്കുകയറ് മേടിച്ചു കൊടുക്കുമല്ലോ ഇങ്ങനെ വാദിച്ച്. മുതലും പലിശ ചേർത്ത് കിട്ടി.